ഈ വീഡിയോ നിങ്ങൾ ഒരിക്കലും മിസ്സാക്കരുത്. നമ്മൾ മലയാളികൾ എത്രത്തോളം ഭാഗ്യം ചെയ്തവരാണെന്നുള്ളത് ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ വാതിലുണ്ടല്ലോ, ഇതേപോലെ എല്ലാ റൂമിനും ഉണ്ട്. അതൊക്കെ ആളുകൾ മോഷ്ടിച്ചു കൊണ്ടുപോയി. കാരണം കഴിഞ്ഞൊരു 8-10 വർഷമായിട്ട് ഇവിടെ പഠനങ്ങളോ കാര്യങ്ങളോ മറ്റൊന്നും ഇല്ലാതെ ഇത് ഒഴിഞ്ഞു കിടക്കുകയായിരുന്നല്ലോ. നമ്മളിങ്ങോട്ട് കയറുമ്പോൾ തന്നെ നമ്മൾ സ്വീകരിക്കുന്ന കാഴ്ചകളാണ് ഇതൊക്കെ. എന്തല്ലേ, നമ്മൾ ഈ സ്ഥാപനത്തിലേക്ക് പോകുന്ന എൻട്രൻസ് ആണ് ഇപ്പോൾ. എൻട്രൻസിൻ്റെ 2 ഭാഗത്തും ചാക്കും കണകുണ സാധനങ്ങളും വേസ്റ്റൊക്കെ ആയിട്ട് നിറച്ച് വെച്ച് കാണും. എന്തൊരു ഭാഗ്യത്തിന് നമുക്ക് ഒരാൾക്ക് നടക്കാനുള്ള സ്ഥലം അവിടെ വെച്ചിട്ടതുകൊണ്ട് നമുക്കിപ്പോൾ ഒന്ന് കയറി വന്ന് നോക്കാൻ പറ്റി. ആളുകൾ വേസ്റ്റ് കൊടുന്നിട്ടിട്ട് അടിഞ്ഞു കൂടിയതാണിത്. 8-10 വർഷങ്ങൾ ഉസ്താദുമാരും മുതഅല്ലിമീങ്ങളും ഒക്കെ ആയിട്ട് സജീവമായിരുന്നൊരു സ്ഥാപനത്തിൻ്റെ ദയനീയമായൊരവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കയറുന്ന മുറികളിലൊക്കെ കച്ചറകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. പണ്ടിവിടെ മുതഅല്ലിമീങ്ങൾ പഠിച്ചതാണെന്ന് കണ്ടാൽ ഒരിക്കലും പറയില്ല. വഴികളിൽ നിറയെ കുപ്പി ഗ്ലാസുകളാണ്, അത് പൊട്ടിക്കിടക്കുന്നുണ്ട്. നോക്കുമ്പോൾ അത് കള്ളിൻ്റെ കുപ്പികളാണ്. അപ്പോൾ ഇതാണ് റഹ്മാനിയ കോംപ്ലക്സ്. ഇതുണ്ടാക്കിയ ആളുകളുടെയൊക്കെ മഹത്തായ ഉദ്ദേശം ഇവിടെ സഫലമാകാതെ പോവാണ്. ഏകദേശം 50 വർഷം പഴക്കമുള്ള റഹ്മാനിയ ദർസുക, അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സ്ഥാപനത്തിൻ്റെ പരിമിതമായ സൗകര്യം മൂലം ഒരു കോംപ്ലക്സ് കൂടി വേണമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ആവശ്യാർത്ഥം ഉണ്ടാക്കിയതാണ് നിങ്ങൾ ആദ്യം കണ്ടിട്ടുള്ള ആ ഒരു സ്ഥാപനം. ഈ റഹ്മാനിയ ദർസുക ഇന്ന് റഹ്മാനിയ ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഒരു 4 വർഷം മുമ്പത്തെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു. റഹ്മാനിസ് അസോസിയേഷൻ്റെ റൂട്ട് നാഷണൽ പ്രൊജക്റ്റിൻ്റെ കീഴിൽ ഒരു സിസ്റ്റം ഇവിടെ വരികയും അൽഹംദുലില്ലാ ഇന്ന് ഇതിനൊരു പുനർജീവിതം ലഭിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഈ റമളാൻ മാസത്തിലാണ് ഇതിൻ്റെ ഫണ്ട് കളക്ഷൻ നടക്കാറുള്ളത്. നമ്മൾ സാദ് എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ നടത്തി വരുന്നുണ്ട്. വളരെ വിപുലമായ രീതിയിൽ തന്നെ വിജയിക്കാറുണ്ട് എല്ലാ വർഷവും. അതുകൊണ്ട് ഈ വർഷത്തെ കളക്ഷൻ ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പറ്റുന്നവരൊക്കെ കഴിയുന്ന രീതിയിൽ സഹകരിക്കണമെന്ന് വളരെ വിനയത്തോടുകൂടി ആവശ്യപ്പെടാം.